അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്കകാലം മുതലാണ് ശരിക്കും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഫിഖ്ഹ് നിർദ്ധാരണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ സമയത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ ഫിഖ്ഹ് നിർദ്ധരിക്കാനുള്ള ഈ ഒരു ശ്രമങ്ങൾ പണ്ഡിതന്മാർ നടത്തുന്ന ഈ കാലത്തെ ഹദീസുകൾ 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ടൊരു കാലഘട്ടം അല്ല അത്. അപ്പോൾ പിന്നെ ഹദീസ് വിജ്ഞാനങ്ങൾ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു കാലവും അതിന് 2 ചട്ടക്കുള്ളിലാക്കാനും അതിനെ ക്രോഡീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതാണല്ലോ ഇമാം മാലിക് റഹിമഹുള്ളയുടെ മുവത്ത, ശരിക്കും അതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണല്ലോ. പക്ഷെ ഏറ്റവും കൃത്യമായ രീതിയിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടൊരു സമയമായിരുന്നില്ല ഈ ഹിജ്റ 2-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇമാം അബു ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നത് ഈ ഹിജ്റ 80-ലാണ്, മരിക്കുന്നത് 150-ലാണ്. പിന്നെ മാലിക് ബിൻ അനസ് റഹിമഹുല്ല ജനിക്കുന്നത് ഹിജ്റ 93-ലാണ്, മരിക്കുന്നത് 179-ലാണ്. ഷാഫി ഇമാമ് 150-ൽ ജനിച്ചിട്ട് 204-ലാണ് മരിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബലാണ് പിന്നെയും 164-ൽ ജനിച്ച് 241 വരെ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് പിന്നെയും ഹദീസുകളുടെ ഒരു ഈ പഠനശാഖ കൂടുതൽ വിശാലമാവുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇമാം ബുഖാരി ജനിക്കുന്നത് തന്നെ ഹിജ്റ 194-ലാണ്. അദ്ദേഹം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമാം ഷാഫിയൊക്കെ അല്ലെങ്കിൽ ഈ 3 ഇമാമുമാരും ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അവരുടെ ഈ ഫിഖ്ഹി നിർദ്ധാരണവും ഈ പഠനങ്ങളും ഒക്കെ നടക്കുന്നത് ഹദീസ് വിജ്ഞാനം കൂടുതലായിട്ട് അത് സജീവമാവുകയും എല്ലാ ഹദീസുകളും ഒരു ജമ ചെയ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇദ്ദേഹം ജീവിക്കുന്ന ഇമാം ഷാഫി റഹിമഹുല്ല ജീവിക്കുന്ന കാലത്ത് 2 തരത്തിലുള്ള ഈ ഫിഖ്ഹി ശാഖകൾ ഉണ്ടായിരുന്നു. ഒന്ന് അഹ്ലുൽ ഹദീസാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദീനയിലെ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയുടെ മദ്ഹബ്, അതുപോലെ തന്നെ അഹ്ലുർ റഈ എന്നറിയപ്പെട്ടത് ഇറാഖില് അബൂ ഹനീഫയുടെ മദ്ഹബ്. ഇങ്ങനെ 2 വിഭാഗങ്ങളാണ് ഉണ്ടായത്. ഇത് 2നെയും ജംഅ ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലാണ് ഇമാം ഷാഫി റഹിമഹുല്ല എത്തുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം ഈ പ്രമാണങ്ങളുടെ ഒരു കൃത്യത, നമ്മളിപ്പോൾ പറഞ്ഞു ഈ പ്രമാണങ്ങളുടെ വിഷയത്തിൽ തന്നെ ഇപ്പം മദീനക്കാരുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ, ഇത് ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഇതിലൊക്കെ ഒരു കൺഫ്യൂഷനുള്ള ഒരു സമയമാണ് ശരിക്ക്. നമ്മളിപ്പോൾ പറയും എന്താണ് പ്രമാണം എന്ന് ചോദിച്ചാൽ ഖുർആൻ ഹദീസ്, അതിനോട് യോജിച്ചു വരുന്ന ഇജ്മാഅ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളോട് യോജിച്ചു വരുന്ന ഖിയാസ് എന്ന രീതിയിൽ നമ്മൾ പ്രമാണങ്ങൾ പറയാം. ആ പ്രമാണങ്ങൾ എന്താണ് എന്നതിനെ ശരിക്ക് ഒരു കൃത്യത പണ്ഡിതന്മാർക്കിടയിൽ ഇല്ലാതിരുന്ന, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇമാം ഷാഫി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറച്ചൊരു നിലപാട് എന്ന് പറഞ്ഞത്, ആ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിലും ഹദീസിലുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതാണ് ഇമാം ഷാഫിയെ സവിശേഷമാക്കുന്ന ഒരു കാര്യം. എല്ലാ കാര്യങ്ങൾക്കും, ആ കാലഘട്ടത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഖുർആനിലും ഹദീസിലുമാണ്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ ഒരു കാര്യത്തിൽ തർക്കത്തിലായാൽ, നിങ്ങൾ അതൊരു മതവിഷയത്തിൽ നിങ്ങൾ തർക്കത്തിലായാൽ, നിങ്ങൾ അതിനെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കുക എന്ന ആ ഖുർആനിൻ്റെ കൽപ്പന, അതിനെ മുഖവിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നത്. അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ മുഅ്തസിലിയാക്കൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും ഗുണവിശേഷണങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കാനും നിഷേധിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊക്കെ അദ്ദേഹം അവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ തുല്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ അസ്മാവിനെയും സിഫാത്തിനെയൊക്കെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ തുടങ്ങുന്ന ആളുകളോട് അതിനൊന്നും കൈഫിയത്ത്, അതിൻ്റെ ഒന്നും രൂപങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല, അത് അതുപോലെ സ്വീകരിക്കുന്ന നിലപാടാണ് ഉണ്ടാകേണ്ടത്. അതിനൊന്നും ബുദ്ധിയിലൂടെ നമ്മൾ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നാസിഖ് മൻസൂഖ്, ഇതൊരു ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കിപ്പോൾ അറിയാം, ഖുർആനിൽ കള്ള് കുടിക്കുന്നതിനെ പറ്റി ഉള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വൈസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ,
എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ കൂടുതൽ എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. പിന്നെയോ വലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മതോന്മത്തരായിക്കൊണ്ട് ലഹരി ബാധിച്ചവരായിക്കൊണ്ട് പള്ളിയിലേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. പിന്നെയോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു എന്ന് പറഞ്ഞിട്ട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ നിർത്താറായില്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് മൂന്ന് സമയങ്ങളിൽ ഇറങ്ങിയ വചനങ്ങളാണ്. മദ്യത്തെ നിരോധിക്കുന്നതിൻ്റെ 3 ഘട്ടങ്ങളാണ്. പക്ഷേ ഈ നാസിഖ് മൻസൂഖ് ഒക്കെ ആളുകൾക്ക് ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ നാസിഖ് ഏതാണ്, മൻസൂഖ് ഏതാണ്, ഏത് ഇന്ന ആയത്തിനെ കൊണ്ട് ഇന്ന ആയത്ത് ദുർബലമാണ് ആകും എന്ന് മാത്രമല്ല, അതിൽ ഖുർആൻ കൊണ്ട് ഖുർആനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഹദീസിനെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പ്രത്യേകിച്ചും ഇറാഖിൽ അദ്ദേഹം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റോം ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു കേന്ദ്രമായിട്ടായിരുന്നു അന്നത്തെ ഇറാഖ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനെ ബുദ്ധിക്ക് പിന്നെ അനുസരിച്ച് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്ന തഫ്സീറു ബിർറഈ എന്ന് പറയും. സ്വന്തം ഇതിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി അന്നത്തെ ഇറാഖിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ സൃഷ്ടിച്ച ഒരു കൺഫ്യൂഷൻ, ഈ അഹ്ലുർ റഈ സൃഷ്ടിച്ച ഒരു കൺഫ്യൂഷൻ, അത് ഇറാഖിൽ ഭയങ്കരമായിട്ട് ഈ അഹ്ലുൽ ഹദീസിനെതിരെ ഇറാഖിൽ ഒരു അപ്രമാദിത്വം നേടിയത് ഈ അഹ്ലുർ റഈന്റെ ആളുകളായിരുന്നു. പ്രമാണങ്ങളെ ബുദ്ധിക്കനുസരിച്ച് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക, അത് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി അവിടെ സജീവമായിട്ട് നിലനിന്നിരുന്നു. അപ്പോൾ ഇതിന് പകരം ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ രണ്ടിനെയും ജമഅ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പ്രമാണങ്ങളെ പ്രാമാണികമായ രീതിയിൽ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ പ്രമാണവിരുദ്ധമായ രീതിയിൽ അത് സംഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹക്കും ഷത്റ, നിങ്ങളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ പിന്നെ നിങ്ങളുടെ മുഖത്തെ അതിന് നേരെ തിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഅബയെ കാണുന്ന സമയത്താണെങ്കിൽ നമുക്ക് കഅബയിലേക്ക് തിരിയാൻ പ്രയാസമില്ല. എന്നാൽ കഅബയെ കാണാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് കഅബയിലേക്ക് തിരിയുക എന്നുള്ളതിന് അതിന് അദ്ദേഹം സൂറത്ത് അൻആമിലെ 97-ാമത്തെ ആയത്തിലുള്ള വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലെയും കരയിലെയും ഒക്കെ അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ വേണ്ടി അള്ളാഹു ചില നക്ഷത്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളുടെ കണക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കടലിലാണെങ്കിലും കരയിലാണെങ്കിലും എന്ത് ചെയ്യാം, വഴി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അള്ളാഹു നമുക്ക് കഅബയുടെ നേരെ തിരിയണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓരോ പ്രദേശത്തുള്ള ആളുകൾ എങ്ങനെയാണ് കഅബക്ക് നേരെ തിരിയുക? കഅബക്ക് നേരെ തിരിയേണ്ടത് അള്ളാഹു വെച്ച അടയാളങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ ബുദ്ധി അനുസരിച്ച് നമ്മൾ പഠനം അന്വേഷണമൊക്കെ നടത്തിയിട്ട് അത് കണ്ടെത്തുക. അത് പ്രമാണത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ള ബുദ്ധിയുടെ അന്വേഷണമാണ്, അല്ലാതെ പ്രമാണവിരുദ്ധമായ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ പാടില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പിന്നെ പിന്നെ ഖുർആന്, സുന്നത്ത്, ഇജ്മാഇ, ഖിയാസ് ഈ ഒരു രീതിയിൽ പ്രമാണങ്ങളെ ഒരു ഓർഡർ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതിന് അദ്ദേഹം തെളിവായിട്ട് സ്വീകരിക്കുന്നത് ഇജ്മാഇന്റെ വിഷയത്തിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്താണ് അദ്ദേഹം തെളിവെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ റസൂലിനോട് വ്യക്തമായും സന്മാർഗം വ്യക്തമായതിനു ശേഷം അയാൾ റസൂലിനോട് എതിരാവുകയും വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവൻ തിരിഞ്ഞയിടത്തേക്ക് അവനെ തിരിച്ചു വിടും, അവൻ നരകത്തിൽ പോകും എന്ന് പറയുന്ന ആയത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഗൈറു സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴി. അപ്പോൾ ആ വഴി സ്വീകരിക്കുന്നവരാണ് നരകത്തിന്റെ വഴിയിലേക്ക് പോവുക. അപ്പം മുഅ്മിനീങ്ങളുടെ വഴിയോ, മുഅ്മിനീങ്ങളുടെ വഴി സ്വീകരിക്കുന്ന ആളുകൾ, അപ്പം ഒരു പിന്നെ മുഅ്മിനീങ്ങളുടെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ അവരൊരു വിഷയത്തിൽ അവർ മനസ്സിലാക്കിയ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഒരു നിയമത്തിൽ ഒരു വിഷയത്തിൽ ഒരേ കാര്യത്തിൽ അവർ ഏകോപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് സബീലുൽ മുഅ്മിനൂനാണ്, അത് മുഅ്മിനീങ്ങളുടെ വഴിയാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുക. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇജ്മാഇ എന്ന നിലപാടിലേക്ക് അദ്ദേഹത്തിനത്. അതുപോലെ തന്നെ ഖിയാസും ഈ മുആദ് ഇബ്നു ജബൽ
റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്തേക്ക് വാലിയായിട്ട് അയക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വിധി നടത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, ആദ്യം അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് അതിൽ കണ്ടില്ലെങ്കിലോ എന്ന് ചോദിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പറയും, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അടിസ്ഥാനത്തിൽ വിധിക്കും. അതിലും കണ്ടിട്ടില്ലെങ്കിലോ? അപ്പോൾ അദ്ദേഹം പറയും, അജ്തഹിദു റഈ, ഞാൻ എൻ്റെ റഈ അടിസ്ഥാനത്തിൽ ഞാൻ ഇജ്തിഹാദ് നടത്തും അതിൻ്റെ വിധി നിർദ്ധരിക്കുന്നതിൽ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖിയാസ്, ഒരു വിഷയത്തെ മറ്റൊരു വിധിയോട് തത്തുല്യപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഖിയാസ് എന്ന നിയമം ഇമാം ഷാഫി റഹിമഹുല്ലാ പഠിപ്പിക്കുന്നതും ഈ രീതിയിലാണ് വിധി നിർദ്ധാരണം ഉണ്ടാകേണ്ടത് എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് നാസിറു സുന്ന എന്നാണ്. നാസിറു സുന്ന, സുന്നത്തിൻ്റെ സഹായി എന്നുള്ള രീതിയിൽ നബിചര്യക്ക് വേണ്ടി നിലകൊണ്ട ആൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അപ്പം ഖുർആൻ മാത്രമേ തെളിവിന് പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാട് അന്നത്തെ കാലത്തുണ്ട്. ഇസ്ലാം വളരെ കൃത്യമായിട്ടും ഖുർആൻ തന്നെ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, അൻസൽനാ ഇലൈക ദിക്റ, നിനക്ക് അദ്ദിക്ർ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ലിന്നാസി മാ നുസില ഇലൈഹിം, പിന്നെ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ വിശദീകരിക്കുന്നതിന് വേണ്ടി റസൂലെ താങ്കൾക്ക് അദ്ദിക്ർ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയണം. അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് റസൂലിന് ഇറക്കി കൊടുത്ത ദിക്ർ എന്ന് പറയുന്നത് എന്താണ്? റസൂലിൻ്റെ ഹദീസുകളാണ് എന്നത് ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പം ഖുർആനിൻ്റെ വിശദീകരണമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉള്ളത്. അത് പ്രമാണമാണ് എന്നത് വളരെ ക്ലിയർ ആണ്. എന്നാൽ ഷാഫി ഇമാം ജീവിക്കുന്ന കാലത്തുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട പിഴച്ച കക്ഷികൾ, ഒന്ന് ഷീകളിലെ ഇമാമിയ, ഇസ്നാ അശരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിഭാഗങ്ങളൊന്നും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഖവാരിജുകളുണ്ട്, അതുപോലെ മുഅ്തസിലി വിഭാഗക്കാർ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ വളരെ സജീവമായുള്ള ഒരു കാലത്താണ് ഇമാം ഷാഫി ഉണ്ടായിരുന്നത്. അതുപോലെ ഷീകൾ ഒരുപാട് കള്ള ഹദീസുകൾ പഠിച്ചുണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. അതുപോലെ ഖവാരിജുകളും മുഅ്തസിലുകളും ഒക്കെ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അങ്ങനെ ആകെ ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ അതിനെ നിഷേധിക്കുന്ന പ്രവണതയുണ്ടായി. മുത്തവാത്തിറായ ഹദീസുകൾ, മുത്തവാത്തിർ പറഞ്ഞാൽ ഓരോ, ഇപ്പോൾ സ്വഹാബി, താബി, തബഉ താബി, ഇങ്ങനെയുള്ള ഇതിൻ്റെ ഓരോ തട്ടിലും 10 അതിൽ കൂടുതലോ ആളുകൾ ഉള്ള പരമ്പര മാത്രം, എല്ലാ ഇതിലും അങ്ങനെയുള്ള പരമ്പരകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ള, മുത്തവാത്തിറായ ഹദീസുകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു നിലപാടുണ്ടായി. അതുപോലെ ഖബറുൽ ആഹാദിനെ, ഏതെങ്കിലും റിവായത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ ആൾ മാത്രമുള്ളത് അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന നിലപാട്, പ്രത്യേകിച്ചും ഹംബലി മദ്ഹബിൽ ഈ ഖബറുൽ ആഹാദിനേക്കാൾ മുൻഗണന കൊടുത്തിരുന്നത് ഖിയാസിനായിരുന്നു. പ്രമാണങ്ങളിൽ ഹദീസ് സ്വഹീഹായി വന്ന ഹദീസാണ്, പക്ഷെ അതിനേക്കാൾ അത് ഒരു ഭാഗത്ത് ഒറ്റ റാവിയേ ഉള്ളൂ എന്നതുകൊണ്ട് അതിനെ സ്വീകരിക്കാതിരിക്കുകയും അതിനേക്കാൾ ഖിയാസിന് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന വിധികൾക്ക് വിശദീകരണമായിട്ട് മാത്രമേ ഹദീസിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഖുർആനിൽ പറയാത്ത ഒരു വിഷയത്തിന് ഹദീസ് പ്രമാണമായി ഉദ്ധരിക്കാൻ പറ്റൂല എന്നുള്ള ഒരഭിപ്രായം. അതുപോലെ സ്വതന്ത്രമായ വിധി നിർദ്ധാരണത്തിന് ഹദീസ് പറ്റൂല. ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ട്, അതിൽ ഖുർആനിലെ ആയത്തില്ലെങ്കിൽ ആ ഹദീസ് അടിസ്ഥാനത്തിൽ മാത്രം വിധി നിർണ്ണയിക്കാൻ പറ്റൂല എന്നുള്ള നിലപാടുണ്ടായിരുന്നു. ഇങ്ങനെ അതുപോലെ ഈ മദീനക്കാരുടെ പ്രവർത്തനങ്ങൾ തെളിവായി കാണുന്ന ആ ഒരു രീതി, ഇങ്ങനെയുള്ള ചിലപ്പോൾ ഖബറുൽ ആഹാദിനേക്കാൾ ഈ മദീനക്കാരുടെ അഭിപ്രായത്തെ തെളിവായിട്ട് സ്വീകരിക്കുന്ന മാലിക്കി മദ്ഹബിൻ്റെ നിലപാട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ തന്നെ ഖിയാസ്, അതുപോലെ ഇസ്തിഹ്സാൻ, മസ്ലഹത്തുൽ മുർസൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന് കൂടുതൽ പ്രാമാണികത നൽകുകയോ അതിനെ പ്രമാണമായിട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ഈ കിതാബുർ റിസാല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എഴുതുന്നത്. അദ്ദേഹം എഴുതാൻ കാരണമായത് അബ്ദുറഹ്മാൻ അൽ മഹ്ദി എന്നറിയപ്പെടുന്ന അന്നത്തെ കാലത്ത് ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ഇത് എഴുതിയിട്ട് അതിന് ഒന്നെങ്കിൽ കിതാബി എന്നോ അല്ലെങ്കിൽ അൽ കിതാബ് എന്നൊക്കെയുള്ള പേരാണ് അദ്ദേഹം അതിനിട്ടത്. പിന്നീട് അത് എഴുതിയിട്ട് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്നുള്ളതിനോടാണ് അത് അരിസാല എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് അതിനെപ്പറ്റി പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഈ ഉസൂലുൽ ഹദീസിനും ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും എങ്ങനെയാണ് ഈ
ഹദീസുകളുടെ സിഹത്തിനെ നിർണ്ണയിക്കേണ്ടത് എന്നതും അതുപോലെ ഉസൂലുൽ ഫിഖ് ഈ പ്രമാണങ്ങളിൽ നിന്ന് മതവിധി നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഒരു സമയത്ത്, ഈ പ്രമാണങ്ങളുടെ വിഷയത്തിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് പ്രമാണങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എങ്ങനെയാണ്, അതിൽ നിന്ന് ഫിഖ് നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടുന്നതിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്ന ഒരു 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 കാര്യം ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും അത് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ശരിക്കും അത് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ അദ്ദേഹത്തിൻ്റെ വലിയ വിപ്ലവം തന്നെയാണ്, വലിയൊരു പോരാട്ടം തന്നെയാണ് അദ്ദേഹം കിതാബുർ റിസാല രചിക്കുന്നതിലൂടെ ചെയ്തത്. ഖുർആൻ്റെ പ്രാമാണികത, ഹദീസിൻ്റെ പ്രാമാണികത, അതുപോലെ ഖബറുൽ ആഹാദിൻ്റെ പ്രാമാണികത, ഈ അന്നാസിഖ് വൽ മൻസൂഖ്, അതുപോലെ ഖിയാസ്, ഇജ്മാ, ഇജ്തിഹാദ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ റിസാല. അതുപോലെ തന്നെ കിതാബുൽ ഉമ്മ് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ വിധി നിർദ്ധാരണത്തിൻ്റെ ഈ രീതിശാസ്ത്രം, അത് അടിസ്ഥാനത്തിൽ അദ്ദേഹം മതവിധികൾ നിർദ്ധരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹാണ് ശരിക്ക് കിതാബുൽ ഉമ്മ് എന്നറിയപ്പെടുന്നത്. അതിൽ ഓരോ ഇതിനെ അദ്ദേഹം ഖുർആൻ്റെ ആയത്തുകൊണ്ട് ഹദീസുകളെ കൊണ്ട് സമർത്ഥിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രമാണങ്ങളെ സമീപിക്കേണ്ടതെന്ന് പറയുകയും അത് അടിസ്ഥാനത്തിലുള്ള ഒരു ഫിഖ് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടുണ്ടല്ലോ, അൽ ഖൗലുൽ ഖദീമിനെ പൊളിച്ചെഴുതി തൻ്റെ പുതിയ നിലപാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, കിതാബുൽ ഉമ്മ് തന്നെയാണ്. ഇത് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥമായിട്ടാണ് കിതാബുൽ ഉമ്മ് അറിയപ്പെടുന്നത്. വേറെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഈ ഹദീസുകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം തോന്നുകയും എന്നാൽ അതിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ജംഇ ചെയ്യുന്ന രീതി അതിനെ പഠിപ്പിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രന്ഥമാണ് ഇഖ്തിലാഫുൽ ഹദീസ്. കാരണം ഈ പരസ്പര വിരുദ്ധമായ ഹദീസുകളൊക്കെ കാണിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുവാനുള്ളൊരു പ്രവണത അന്നത്തെ കാലത്ത് കാണാൻ കഴിയും. അപ്പോൾ അതിന് അത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഇപ്പം രണ്ട് പരസ്പര വിരുദ്ധമായ ഒരു ഹദീസ് ജംഇ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പരസ്പര വിരുദ്ധമായ രണ്ട് ഹദീസുകൾ വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിൽ രണ്ടും വിരുദ്ധമാണ്, നേരെ വിരുദ്ധമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഏതാണ്, റസൂൽ ആദ്യം പറഞ്ഞ ഹദീസ് ഏതാണ്, അതിന് ശേഷം പറഞ്ഞത് ഏതാണ് എന്ന് നോക്കിയിട്ട് അവസാനത്തതിനെ കൊണ്ട് ആദ്യത്തതിനെ നസ്ഖ് ചെയ്യുന്ന രീതി, ഇത് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ വിരുദ്ധമായ രണ്ട് ഹദീസുകൾ, അതിൽ സനദിൽ ഏറ്റവും പ്രബലമായത് ഏതാണ് എന്ന് നോക്കി സ്വീകരിക്കുക. അതുപോലെ ഏത് ഹദീസാണ് ഖുർആനിലെ സൂചനകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, ആ ഹദീസ് സ്വീകരിക്കുക. അത് ഒരിക്കലും ജംഇ ചെയ്യാൻ കഴിയാത്ത രണ്ട് ഹദീസുകൾ നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെയാണ് ഹദീസുകളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിൽ അതൊക്കെയാണ് ഈ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ കിതാബ് ഇബ്താലിൽ ഇസ്തിഹ്സാനിനെ ദുർബലപ്പെടുത്തുന്ന ഗ്രന്ഥം എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു ഖിയാസിന് വിരുദ്ധമായി ഒരു മുജ്തഹിദ് നല്ലതാണ് എന്ന് തോന്നിക്കൊണ്ടൊരു അഭിപ്രായത്തെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു റഇയാണത്, ശരിക്കും പ്രമാണത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാത്ത രീതിയിൽ സ്വന്തം അഭിപ്രായം, അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ ഏറ്റവും പ്രബലമായതും വിദൂര സാധ്യതയുള്ളതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അതിൽ പ്രബലമായതിനെ ഒഴിവാക്കിയിട്ട് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് മുജ്തഹിദ് എന്താ ചെയ്യുക, ഈ വിദൂരമായതിനെ സ്വീകരിക്കുന്ന രീതി, ഇതിനെയാണ് ഇസ്തിഹ്സാൻ എന്ന് പറയുക. ഈ ഇസ്തിഹ്സാനിനെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പം നല്ലതാണെന്ന് തോന്നിക്കൊണ്ട് ഒരു കാര്യത്തെ പ്രമാണാക്കാൻ തുടങ്ങിയാൽ അതെന്ത് ചെയ്യും, പല കാര്യങ്ങളും അതിലേക്ക് കയറി വരാനും അതൊരു പ്രമാണവിരുദ്ധമായ ഒരു കാര്യത്തെ മതമായി കാണുന്ന രീതിയിലേക്ക് വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നതും അതിനെതിരെ ശക്തമായിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ജിമാഉൽ ഇൽമ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഖബറുൽ ആഹാദ് പ്രമാണമാണെന്നും ഖുർആനും സുന്നത്തുമായിട്ടുള്ള ഖുർആനും സുന്നത്തിനെ സ്ഥാപിക്കണ വിഷയങ്ങളും അതുപോലെ കർമ്മശാസ്ത്ര ഭിന്നതകളും ഒക്കെ ഇങ്ങനെ ഒരു സാങ്കല്പികമായ ഒരു സാങ്കല്പികമായ ഒരു പ്രതിയോഗിയെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അതിനെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഇമാം ഷാഫിയുടെ മറുപടി, ഈ രീതിയിലാണ് അദ്ദേഹം ആ ഗ്രന്ഥം എഴുതുന്നത്. ഇഖ്തിലാഫു മാലിക് വ ഷാഫിഈ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. തൻ്റെ ഗുരുനാഥനാണ് ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹം ആദരിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ വീക്ഷണങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത്
പിന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നത് തൻ്റെ അഭിപ്രായമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട മുസ്നദുൽ ഇമാം ഷാഫി എന്ന് പറഞ്ഞ ഗ്രന്ഥം. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നൂറോളം ഗ്രന്ഥങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ പറയുമ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ല എല്ലാ ഹദീസുകളും തനിക്ക് കിട്ടി എന്ന് അവകാശപ്പെട്ടിട്ടില്ല. അത് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്നത്. അത് ശരിക്കും മനസ്സിലായ ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ താൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അതിൽ പിന്നെ തനിക്ക് ഹദീസുകൾ കിട്ടുന്നത് കൊണ്ടുള്ള പരിമിതികൾ കൊണ്ട് വല്ല കുറവും വല്ല ന്യൂനതയും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ശരിക്കും അദ്ദേഹം ഇത് വളരെ കൃത്യമാണ്, ഇത് വളരെ പെർഫെക്റ്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് ഇനി ഒരു ഇതും കാണാൻ കഴിയൂല എന്നൊന്നും ഇമാം ഷാഫി റഹിമഹുല്ല ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹിയായാൽ അതാണ് എൻ്റെ നിലപാട് എന്ന നിലപാടുകാരനാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നിങ്ങളൊരു ഹദീസ് കണ്ടാൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തെ ഒഴിവാക്കി ഹദീസ് സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പോലുള്ളവരോടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ കേൾക്കാത്തൊരു ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത്രമേൽ വിനയമുള്ള, അത്രമേൽ അറിവിനോട് താല്പര്യമുള്ള, തൻ്റെ നിലപാടുകൾ ഖുർആനിനോടും ഹദീസിനോടും ചേർന്ന് നിൽക്കണമെന്ന് അത്രയും ആഗ്രഹിച്ച പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അതുതന്നെയാണ് നമുക്ക് അവരോടുള്ള ഈ സ്നേഹവും. ഇസ്മത്ത് എന്നുള്ളത്, പാപ സുരക്ഷ എന്നുള്ളത്, കുറ്റങ്ങളിൽ നിന്ന് സുരക്ഷിതനാവുക എന്നുള്ളത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള സവിശേഷതയാണ്. പിന്നെ നമ്മളുടെയൊക്കെ വീക്ഷണങ്ങളിൽ പരിമിതികളും കുറവുകളും ഉണ്ടാവും. അവരുടെയൊക്കെ ഗവേഷണങ്ങളിലും അന്വേഷണങ്ങളിലും അവരുടെ ഹദീസുകളുടെ പരിമിതികൾ കൊണ്ടും മറ്റുമൊക്കെ അവരുടെ ഇതിൽ പല ചെറിയ തരത്തിലുള്ള ന്യൂനതകളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമെങ്കിലും അതൊന്നും അവരുടെ മഹത്വത്തെ കുറക്കുന്ന കാര്യങ്ങളല്ല. മറിച്ച് അവർ ഈ ദീനിനെ, അവരുടെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദീനിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർ നടത്തിയ ത്യാഗവും അവരുടെ അന്വേഷണവും അവരുടെ പഠനവും അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ടുള്ള യാത്രയും ഒക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കുള്ള പാഠം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ പല വെല്ലുവിളികളും നമ്മളുടെ മുന്നിലുണ്ട്. ആ വെല്ലുവിളികൾക്ക് മുന്നിൽ നമുക്ക് എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്നതിൻ്റെ പാഠം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഖ്ഹുൽ മുആസിർ, ഈ പുതിയ കാലഘട്ടത്തിലെ പല വിഷയങ്ങളിലും അതിലൊക്കെ ഫിഖ്ഹ് പറയാനും അന്വേഷിക്കാനും അത് പഠിക്കാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഒക്കെ അതൊക്കെയാണ്, അതിനൊക്കെയുള്ള ആവേശമാണ് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.